എന്റെ പേര് അനന്തൻ. ഞാൻ ഫസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ നിന്നാണ്. ഞാനൊരു കാർഡിയാക് ഫിസിയോളജിസ്റ്റ് ആണ്. ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളാണ് ഹാർട്ടിന്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്സ് ഒക്കെ ഞങ്ങളാണ് ചെയ്യുക. അപ്പോൾ ഇപ്പൊ എന്താ പെട്ടെന്ന് ഇപ്പൊ ഈ ഹിസ്റ്ററി എടുക്കാൻ ഹിസ്റ്ററിയിലേക്ക് വരാന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് കൂടുതൽ ഹിസ്റ്ററിനോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളായിരുന്നു കുട്ടിക്കാലം മുതലേ. പിന്നെ വേറെ ചില ഇഷ്യൂസ് കാരണമാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് ഞാൻ വന്നത്. അപ്പോ ഞാൻ ആക്ച്വലി ഗുജറാത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെയും ഞാൻ ഇഗ്നൂല് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവര് കറക്റ്റ് ടൈമിൽ ബുക്സ് അയച്ചു തരും ഒന്നും ചെയ്തില്ല. നമ്മൾ എന്ത് ഒരു ഇതിൽ നിന്നാണ് പഠിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ വന്നിട്ടുള്ള ഒരു സയൻസ് ഫീൽഡിൽ നിന്നാണ്. 11th ആയാലും 12th ആയാലും ഞാൻ പ്യുവർ സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഒരു ബന്ധമില്ല, എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ അപ്പോ ഒന്ന് എന്റെ അഡ്മിഷനൊക്കെ ഞാൻ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂർ ഇപ്പൊ ഇവിടെ വന്ന സമയത്താണ്, ഞാൻ കഴിഞ്ഞ കൊല്ലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ കൊല്ലത്തെ ബാച്ചാണ് ഞാൻ ആക്ച്വലി എന്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ കൊല്ലം എഴുതേണ്ടതായിരുന്നു. അത് എനിക്ക് എഴുതാൻ പറ്റിയില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ സമയത്ത് ഇവിടെ ഓഡിറ്റും NABHന്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് എഴുതാൻ പറ്റിയില്ല. പിന്നെ ഇപ്രാവശ്യം ഞാൻ എഴുതണം എന്ന് വിചാരിച്ചതായിരുന്നു. അത് എനിക്ക് ഫസ്റ്റ് ഇയറിലെ 6 സബ്ജക്ട്സും എഴുതാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ഞാനതിൽ ഷുവർ ആയിരുന്നു എനിക്ക് കിട്ടില്ല എന്നുള്ളത്. 6 സബ്ജക്ട്സും ഒരുമിച്ച് എഴുതിയെടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എന്റെ ഫീൽഡ് അത് മാത്രമല്ലാതെ ഈ എപ്പോഴും ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ്. അത് മാത്രമല്ലാതെ ഈ പോസ്റ്റിങ്സ് ആകുമ്പോൾ ഞങ്ങൾക്ക് പല പല ഷിഫ്റ്റ്സ് ആണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡ്യൂട്ടി അല്ല ഞങ്ങളുടെ. പല 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 ഷിഫ്റ്റ്സ് ആണ് ഉണ്ടാവുക. ചില സമയത്ത് ഏതെങ്കിലും ഒരു കൊലീഗ് ഇല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയും കൂടി നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ഇയറിന്റെ അസൈൻമെന്റ് എങ്ങനെയൊക്കെയോ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു ഇതെനിക്ക് തോന്നി. കാരണം പഠിപ്പ് വിട്ടിട്ട് തന്നെ കുറെ കാലമായിരിക്കും. പറഞ്ഞ എന്റെ തേർഡ് ഇയറിന്റെ എക്സാമിന്റെ സമയത്താണ് ഞാൻ പഠിച്ചത്. പിന്നെ അതിനുശേഷം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഓരോ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഗൈഡ് ലൈൻസ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവര് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കണം. സോ അത് മാത്രമായിട്ടാണ് ഒരു പഠിപ്പ് എന്ന് പറയും ഒരു പഠിപ്പിലില്ല. സോ എന്താ പറയാ, എങ്ങനെയൊക്കെയോ ഞാൻ ഈ എക്സാം അത് 3 സബ്ജക്ട് എഴുതുള്ളൂ എന്നുള്ളത് ഞാൻ മാമിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് 3 സബ്ജക്ട് എഴുതാൻ പറ്റുമോ പോലും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 3 സബ്ജക്ട്സിൽ അത് എക്കണോമിക്സ് ആയിരുന്നു, ഇന്ത്യൻ എക്കോണമിയുടെ ഹിസ്റ്ററി ആയിരുന്നു. അത് എനിക്ക് ഈ എക്കണോമിക്സ് എപ്പോഴും ഭയങ്കര പ്രശ്നമുള്ള ഒരു ഇതാണ്. ഞാൻ ഇതിനു മുമ്പ് കോമ്പറ്റേറ്റീവ് എക്സാം, ആർമിയുടെ എക്സാം എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് 6th മുതൽ ഡിക്ടോ നമ്മുടെ സിവിൽ സർവീസിന്റെ അതേ പോർഷനാണ്, സിലബസ് ആണ് പഠിക്കാൻ. അപ്പൊ 6th മുതൽ 12th വരെയുള്ള എക്കണോമിക്സ് പഠിക്കണം. എങ്ങനെയൊക്കെയോ 9th വരെയുള്ള എക്കണോമിക്സ് ഞാൻ എത്തിയതായിരുന്നു. പക്ഷെ എനിക്ക് ഈ എക്കണോമിക്സ് എന്നെ കൊണ്ടാവോ എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാമാണ് എപ്പോഴും എനിക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, അത് അത്ര എക്കണോമിക്സ് പറഞ്ഞ ഡെപ്ത് ആയിട്ട് പോകാനില്ല. ഇത് ഇന്ത്യൻ എക്കോണമിയുടെ ഹിസ്റ്ററിയാണ്. അപ്പൊ അവിടെ ഹിസ്റ്ററി തന്നെ വരുന്നത് ഓരോ ലാൻഡ് പോളിസീസിനെ പറ്റിയിട്ടും ഓരോ ടാക്സിനെ പറ്റിയിട്ടുള്ളതാണ്. അല്ലാതെ ഡെപ്ത് ആയിട്ടുള്ള എക്കണോമിക്സ് അല്ല, അനന്തൻ വിചാരിക്കണ പോലെയുള്ള എക്കണോമിക്സ് അല്ല എന്നൊക്കെ മാമാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ എന്നാ ശരി ഓക്കെ എന്ന് വിചാരിച്ച് ഞാൻ 3 എക്സാമിനാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വെച്ചാലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് 2 എക്സാം എഴുതാൻ പറ്റിയിട്ടുള്ളൂ. കാരണം എനിക്ക് ഇവിടെ ലീവ് ഒന്നും തന്നില്ല. ആകെ എക്സാമിനും അതിന്റെ തലേ ദിവസം മാത്രമാണ് എനിക്ക് ലീവ് തന്നുള്ളൂ. അപ്പൊ ഞാൻ ആ സമയത്ത് അവരോട് ചെറിയ ഒരു 6 മണിക്കൂറിന്റെ ഡ്യൂട്ടിയുടെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റ് അവരടുത്ത് പറഞ്ഞിട്ട് അത് മറ്റുള്ള ഹാർസ്, അതിന് ബാക്കിയുള്ള ഹാർസ് കോമ്പൻസേറ്റ് ചെയ്യണം വേറെ ഡ്യൂട്ടി ചെയ്തിട്ട് എക്സാമിന് ശേഷം എന്ന് പറഞ്ഞപ്പോ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് എക്സാം ഉണ്ടായിരുന്നത്. അപ്പോ എക്സാം അങ്ങനെ എഴുതി തീർന്നപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള പേപ്പറല്ലേ എഴുതിയെടുക്കാനുള്ളൂ, ഇതുവരെയുള്ള ഈ 2 എണ്ണെങ്കിലും തീർന്നില്ലേ, എക്കണോമിക്സ് എങ്കിലും തീർന്നില്ലേ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ ഇന്നു മുതൽ ഞാൻ 12 മണിക്കൂർ ഷിഫ്റ്റിലാണ്. ഞാൻ ആ സമയത്ത് കവറപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഡ്യൂട്ടി ഞാൻ ഇവിടെ കാണിക്കണം, എന്നാലാണ് HR സാലറി തരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിപ്പോ കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇന്നലെ ഒരു കാര്യം മനസ്സിലായി, ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്താലാണ് എനിക്ക് ഇനി എന്റെ 10 സബ്ജക്ട്സ് എനിക്ക് ഈ ഡിസംബറിൽ എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, ഇത് എഴുതിയെടുക്കാൻ പറ്റും, അത്ര ഇങ്ങോട്ട് വിചാരിച്ച പോലെയുള്ള ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. കാരണം UPSCയുടെ സിവിൽ സർവീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ടുള്ളതാണ് ഞാൻ. അപ്പൊ അത്ര ബുദ്ധിമുട്ടില്ല ഇത് എന്നുള്ളത് മനസ്സിലായപ്പോ ഓക്കെ നമുക്ക് എഴുതാം എന്നുള്ള ഒരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നു മുതൽ തന്നെ അതിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലാണ്, നോട്ട്സ് എടുത്ത് തുടങ്ങിയാലാണ് കിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ എക്സാമിന്റെ ഒരു കാര്യം എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാല്, എക്സാം എഴുതി തുടങ്ങിയപ്പോ ആദ്യമൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഈ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് നമ്മളിത് എത്ര എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളത് പിന്നെ എല്ലാവരും പറയും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഞാൻ അങ്ങനെ വലിച്ചു നീട്ടിയിട്ട് സംസാരിക്കുക. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ അതൊരു ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയത്. ഈ വലിച്ചു നീട്ടാനുള്ള കഴിവ് ആൻസറിൽ ഉണ്ടായാൽ മതിയല്ലോ.
അപ്പോ അറിയില്ല അത് എക്സാമിനർ ഇവാലുവേറ്റ് ചെയ്യണ ആളുടെ കയ്യിലും ഉണ്ട് എന്താണെന്നുള്ളത്. ഈ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല, അതിൽ ഡെപ്ത് ഉണ്ടാവും വേണം. അപ്പോ അങ്ങനെ എനിക്ക് ആ സമയത്ത് കൂടുതൽ ഞാൻ എന്നെ തന്നെ റെക്കഗ്നൈസ് ചെയ്തെടുത്തു. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് കുറെയൊക്കെ എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. അങ്ങനെ അപ്പോ ഇഗ്നോയില് ജോയിൻ ചെയ്തത് എസ്പെഷ്യലി എനിക്ക് ലേൺ വൈസിനോട് മാമിനോടാണ് ഏറ്റവും വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് എവിടെയാണ് ഒരു പ്രശ്നം തോന്നിയത് വെച്ചാൽ ഞാൻ മാമിനോടും പറഞ്ഞിരുന്നു. എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ മാമിനെ വിളിക്കാറ്. അപ്പോ അറിയണ ആൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിസ്തരിച്ച് എഴുതാൻ തുടങ്ങും ഞാൻ. അപ്പൊ അതിൽ അവര് ആക്ച്വലി അവരുടെ ഇതിൽ പറയണുണ്ട് ഒരുപാട് ലൈൻസ് വിടരുത് എന്ന്. അപ്പൊ ഇന്നലത്തെ എക്സാമിന് ആക്ച്വലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഒരുപാട് അറിയണതായിരുന്നു ലാൻഡ് പോളിസിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് വിസ്തരിച്ച് അത് എഴുതി കുറച്ച് ലൈനൊക്കെ വിട്ടു. പിന്നെ എനിക്ക് അടുത്ത ആ ആൻസർ എഴുതാൻ ഞാൻ ഏകദേശം 1 മണിക്കൂറോളം എടുത്തു സമയം. അതെനിക്ക് ഞാൻ വാച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആൻസേഴ്സ് ഞാൻ പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല, ആൻസേഴ്സ് എഴുതാൻ പിന്നെ ടൈം കിട്ടിയില്ല. അത് മാത്രമല്ലാതെ പേപ്പറും കഴിയാറായി. അഡീഷണൽ ഷീറ്റ് അവർ പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളത് അവരുടെ ഇൻസ്ട്രക്ഷൻസിൽ ആദ്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ എങ്ങനെയൊക്കെയോ ആ ലാസ്റ്റ് പേജിൽ എത്തണ വരെ പിന്നെ ഇനിയിപ്പോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആ റഫ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേപ്പറിൽ എഴുതിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ടൈം അപ്പ് ആയിണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയാ എനിക്ക് എഴുതാൻ പറ്റിയില്ല. പക്ഷെ ഇനിയും കൂടുതൽ എന്റെ കയ്യിൽ എടുക്കാണ്ടായിരുന്നു എഴുതാൻ. പക്ഷെ എഴുതാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇനി അടുത്ത പരീക്ഷയ്ക്ക് അത് ആലോചിച്ചിട്ട് അത് മൈൻഡിൽ വെച്ചിട്ട് ഒരു ക്ലിയർ കട്ട് ഒരു ബ്ലൂ പ്രിന്റ് വേണം ഒരു ആൻസറിന് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച് മാം.